എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇപ്പോൾ അട്ടപ്പാടിയിലുള്ള ട്രീ ടോപ്പ് റിസോർട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അനുവാവി ടെമ്പിളിൽ നിന്നും അട്ടപ്പാടിയിലേക്കുള്ള യാത്രയാണിത്. വരൂ നമുക്ക് കാണാം. കേരളത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വരികയാണെങ്കിൽ മണ്ണാർക്കാട് അട്ടപ്പാടി പോകുന്ന റൂട്ടിലേക്ക് മുക്കാലി എത്തുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് തുർക്കി ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് ഓൾമോസ്റ്റ് 2-2.5 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ട്രീ ടോപ്പ് റിസോർട്ടിലേക്ക് എത്തിച്ചേരാം. ഇനി നമ്മളിതാ ട്രീ ടോപ്പ് റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ശരിക്കും വനത്തിൻ്റെ നടുക്കാണ് ഈ ട്രീ ടോപ്പ് റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഒട്ടും ഭംഗി ചോരാതെ ആ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 15 കോട്ടേജുകളും അതുപോലെ 3 ട്രീ ടോപ്പ് ഹൗസുകളുമാണ് ഉള്ളത്. അത് വളരെ ഭംഗിയായിട്ട് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു സംഭവം. അതിരാവിലെ ഈ ബാക്കിലേക്കുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ആ മലയുടെ മുകളിലുള്ള കോടമഞ്ഞും ആ ഒരു വ്യൂ ഭയങ്കര സൂപ്പറാണ്. ഈ ട്രീ ടോപ്പ് ഹൗസിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ തങ്ങിയത്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കാണാം ഈ മരങ്ങൾ അങ്ങനെ അതിൻ്റെ ആ ഹട്ടിൻ്റെ ഉള്ളിലൂടെ പോയിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിന് ഒരു പാത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാസേജ്. ആ പാസേജിനുള്ളിലൂടെയും 2 മരങ്ങൾ അങ്ങനെ നിൽപ്പുണ്ട്. അതിനെ ഒന്നും കട്ട് ചെയ്യാതെയാണ് അവർ ഈ പാത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് 3ാമത്തെ ട്രീ ടോപ്പ് ഹൗസ്. ഇതിനുള്ളിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള റൂമും അതുപോലെ സേഫ്റ്റിയും അവിടെ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇവിടുത്തെ മാനേജർ ബിജു എബ്രഹാം വളരെ ഫ്രണ്ട്ലി ആൻഡ് കോപ്പറേറ്റീവ് ആണ്. അതേപോലെ മറ്റ് സ്റ്റാഫുകളും വളരെ ഫ്രണ്ട്ലി ആൻഡ് കോപ്പറേറ്റീവ് സർവീസസും വളരെ നല്ലതാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അതുപോലെ ബാഡ്മിൻ്റൺ കോർട്ടും ഇവിടെ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. കോട്ടേജുകളെന്ന് പറയുന്നത് ശരിക്കും ആ ഭംഗി, വനഭംഗി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കോട്ടേജുകളും അവർ പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഈ കോട്ടേജിലാണ് ഞങ്ങൾ അടുത്ത ദിവസം തങ്ങിയത്. അവിടെ ബാൽക്കണിയിൽ ഒരു വലിയ റോക്ക് അങ്ങനെ തന്നെ നിലനിർത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും അതിരാവിലെ ഉണർന്നിട്ട് ഞാൻ ഇവിടെ ഒരു അരുവിയുണ്ട്, ആ അരുവിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ റോക്കിന് മുകളിലിരുന്ന് കുറച്ച് നേരം ധ്യാനം ചെയ്യാൻ സാധിച്ചു. ശരിക്കും അതിൻ്റെ ഒരു നിർവൃതി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നീട് ഞങ്ങൾ ആ അരുവിയിൽ പോയി കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. രാവിലെ ആ തണുത്ത കാറ്റും ആ തണുത്ത വെള്ളവും ഒക്കെ കൂടി ശരിക്കും നല്ലൊരു സുഖമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു അവിടെ. നമ്മുടെ ട്രീ ടോപ്പ് റിസോർട്ടിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ അരുവിയുള്ളത്. ഇത് ഒരു ട്രൈബൽ ട്രഡീഷണൽ ക്യാൻസർ സെൻ്ററാണ്. ഇവിടെ ഷുഗറിനും പ്രത്യേക ചികിത്സകൾ നടക്കുന്നുണ്ട്. തൊട്ടടുത്ത് വേറൊരു ട്രൈബൽ ക്യാൻസർ സെൻ്ററും കൂടെയുണ്ട്. നമ്മളുടെ റിസോർട്ടിൽ ഇന്ന് പ്രത്യേകം ഒരു സെലിബ്രേഷൻ ഉണ്ട്, ഒരു കേക്ക് കട്ടിംഗ് സെലിബ്രേഷൻ. ഒരുപാട് അതിഥികളുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും ചേർന്ന് അത് സെലിബ്രേറ്റ് ചെയ്തു. ജെൻസ്
അവിടെ ക്രാക്കേഴ്സൊക്കെ വെടിച്ച് നല്ല ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ട് അന്ന് നൈറ്റ് പിരിഞ്ഞു. നെക്സ്റ്റ് ഡേ നമ്മൾ ട്രെക്കിങ്ങിനായിട്ട് സൈലൻറ്റ് വാലി ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ജീപ്പിൽ യാത്ര ചെയ്യേണ്ടത്. ജീപ്പിൻ്റെ ഡ്രൈവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചേട്ടനായിരുന്നു. ഓരോ സ്ഥലത്തും നിർത്തി നിർത്തി നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാണ് പോയത്. ഇവിടെ നിന്നാണ് നമ്മൾ സൈലൻറ്റ് വാലിയിലേക്ക് കടത്തിവിടുന്നത്. പഞ്ചപാണ്ഡവർ പണ്ട് പാഞ്ചാലിയുമൊത്ത് താമസിച്ചിരുന്ന വനം എന്ന് കൂടി പറയപ്പെടുന്നു. അതുകൊണ്ട് സൈലേന്ദ്രിയ വനം എന്ന് പേരുണ്ട്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഒരു ചിത്രശലഭത്തെ കാണിച്ചു തന്നിട്ട് ഇത് വനമാല എന്നാണ് പേര്, ഇവിടുത്തെ റാണിയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സിംഹവാലൻ കുരങ്ങനെയും കാണാൻ കഴിഞ്ഞു കേട്ടോ. അഗളി അട്ടപ്പാടി പോകുന്ന റൂട്ടിലാണ് ഈ ഫോറസ്റ്റ്. ഇവിടെ വാട്ടർഫാൾസൊക്കെ നിറയെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ, സൂപ്പർ വെള്ളമാണ്. നമ്മൾ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് മുഖമൊക്കെ കഴുകി എല്ലാവരും ഫ്രഷ് ആയിട്ടാണ് പോയത്. ഇനി നമുക്ക് നടന്ന് കയറേണ്ട സ്ഥലം എത്തി. ഇവിടം വരെ ട്രക്ക് വരികയുള്ളൂ. ട്രക്കിലെ യാത്രയും നല്ല പോലെയുണ്ട്. അതിനുശേഷം നടക്കാനും കുറേ ഉണ്ട് കേട്ടോ. ഇനി ഈ ഫോറസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഒരു നിത്യഹരിത വനമാണ്. ഇന്ത്യയിലെ അപൂർവമായ റെയിൻ ഫോറസ്റ്റുകളിൽ ഒന്നാണിത്. 1980 ഇത് രൂപീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ സൈലൻറ്റ് വാലിയിലെ ടോപ്പ് ടവറായ വാച്ച് ടവറിൻ്റെ മുന്നിലെത്തി. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാൻ വളരെ ഭംഗിയാണ്. ഓരോ പ്ലേസും ഓരോ വ്യൂ പോയിൻ്റാണ്. ഫുൾ സൈലൻറ്റ് വാലി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ വാച്ച് ടവറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ കുന്തിപ്പുഴ കാണാൻ കഴിയും. ഈ കുന്തിപ്പുഴയുടെ പ്രത്യേകത എന്തെന്നാൽ മനുഷ്യ സ്പർശമേൽക്കാത്ത പുഴ എന്നാണ് ഇതിൻ്റെ ഒരു പേര്. കാര്യം ഒരുപാട് ദൂരം ഇതിന് മനുഷ്യ സ്പർശമേ ഏൽക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇത് രാജീവ് ഗാന്ധി വന്നതിൻ്റെ ഒരു സ്മാരകമാണ്. ഇവിടെ പണ്ട് ഒരു ഡാം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പ്യുവറായിട്ടുള്ള കാടിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ട് അത് നിർത്തലാക്കി. അത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് നിർത്തലാക്കിയതായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ വളരെ മനോഹരമായ ഒരു സൈലൻറ്റ് വാലി ട്രിപ്പായിരുന്നു ഇത്. എല്ലാവരുടെയും മുമ്പിൽ സ്നേഹാദരവോടെ സമർപ്പിക്കുന്നു സൈലൻറ്റ് വാലി ട്രിപ്പ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ ഒരു ലൈക്കും തീർച്ചയായിട്ടും തരണം. താങ്ക് യു ഫോർ വാച്ചിങ്.